എന്ന ശബ്ദത്തോടെ എന്തോ മുന്നിൽ വന്ന് വീണപ്പോൾ പൂച്ചക്കുഞ്ഞ് ഞെട്ടിപ്പോയി. മഞ്ഞ നിറമുള്ള ഒരു കുഞ്ഞു പല്ലിയാണ് മച്ചിൽ നിന്നും വന്ന് വീണത്. കുറേ നേരം കഴിഞ്ഞിട്ടും അതിനൊരു അനക്കവുമില്ല. പൂച്ചക്കുഞ്ഞ് എഴുന്നേറ്റ് പതുക്കെ അടുത്തുപോയി അതിനെ ഒന്ന് തൊട്ടുനോക്കി. ചത്തുപോയോ? പല്ലിക്കുഞ്ഞിനെ കൈകൊണ്ട് മറിച്ചിടാൻ പൂച്ചക്കുഞ്ഞ് ശ്രമിച്ചപ്പോൾ എല്ലാം കണ്ടുകൊണ്ട് ഒരു എല്ലും കടിച്ച് മൂലക്കിരുന്ന പട്ടിക്കുട്ടി പറഞ്ഞു, പേടിക്കണ്ട പൂച്ചക്കുഞ്ഞെ, അതിനൊന്നും പറ്റില്ല, അത് എഴുന്നേറ്റ് പൊയ്ക്കോളൂ. പെട്ടെന്ന് പല്ലിക്കുഞ്ഞ് എഴുന്നേറ്റ് ഒറ്റ ഓട്ടം. അത് കണ്ട് ഞെട്ടി പൂച്ചക്കുഞ്ഞും പേടിച്ച് മുകളിലേക്ക് ചാടി. പല്ലിക്കുഞ്ഞാവട്ടെ ഓടി ചുമരിൽ കയറിയിരുന്ന് പൂച്ചക്കുഞ്ഞിനെ ഭയത്തോടെ കിതച്ചുകൊണ്ട് നോക്കി. പൂച്ചക്കുഞ്ഞ് പല്ലിക്കുഞ്ഞിനെ നോക്കി ചിരിച്ചു. പല്ലിക്കുഞ്ഞാവട്ടെ ചിരിച്ചില്ല. അത് ഓടി എവിടെയോ അപ്രത്യക്ഷമാവുകയും ചെയ്തു. സാധാരണ പൂച്ചകൾ പല്ലികളെ കണ്ടാൽ പിടിച്ചു തിന്നാറാണ് പതിവ്. അതുകൊണ്ടാണ് അത് പേടിച്ചോടിയതും നിന്നെ നോക്കി ചിരിക്കാത്തതും, പട്ടിക്കുട്ടി പറഞ്ഞു. പൂച്ചക്കുഞ്ഞ് പതുക്കെ നടന്നു ചെന്ന് പല്ലിക്കുഞ്ഞ് കയറിയതുപോലെ ചുമരിൽ കയറാൻ ശ്രമിച്ചു. പക്ഷെ പറ്റുന്നില്ല. പല്ലിക്കുഞ്ഞ് എന്ത് വേഗത്തിലാണ് ചുമരിൽ കയറിയത്. 2 തവണ ശ്രമിച്ച് പൂച്ചക്കുഞ്ഞ് നിലത്ത് വീണപ്പോൾ പട്ടിക്കുട്ടി പറഞ്ഞു, പല്ലിയുടെ കൈകളിലും കാലുകളിലും ചുമരിൽ കയറാൻ സഹായിക്കുന്ന ഒരു സൂത്രമുണ്ട്. നിനക്കും എനിക്കും അതില്ല. വെറുതെ ശ്രമിക്കണ്ട കേട്ടോ, വീഴും. പൂച്ചക്കുഞ്ഞ് നിരാശയോടെ പട്ടിക്കുട്ടിയെ നോക്കി. പിന്നെ സ്വന്തം കാലിലേക്ക് നോക്കി. പക്ഷേ നിന്റെ കാല് കുഷൻ പോലെയാണ് ഇരിക്കുന്നത്. എത്ര ഉയരത്തിൽ നിന്ന് വീണാലും പൂച്ചകൾ 4 കാലിലേ വീഴൂ. വീണാലും കുഷൻ പോലുള്ള കാലുള്ളത് കാരണം വേദനയും എടുക്കില്ല. പിന്നെ നിന്റെ നഖങ്ങൾ വെച്ച് നിനക്ക് മരത്തിൽ കയറാം. ഞങ്ങൾക്ക് അതൊന്നും പറ്റില്ല, പട്ടിക്കുട്ടി നിരാശയോടെ പറഞ്ഞു. പൂച്ചക്കുഞ്ഞ് കൈ മലർത്തി നോക്കി. കുഞ്ഞു കൈകളുടെ അടിവശം കുഷൻ പോലെ തന്നെയുണ്ട്. വിരലുകളിൽ കുഞ്ഞു നഖങ്ങൾ. പൂച്ചക്കുഞ്ഞ് പട്ടിക്കുട്ടിയെ നോക്കി ചിരിച്ചു. പിന്നെ ഓടിച്ചെന്ന് മുറിയുടെ മൂലയിലുള്ള ഒരു അലമാരയിൽ അള്ളിപ്പിടിച്ച് കയറി. ഒറ്റയടിക്ക് കൈകൊണ്ടും കാലുകൊണ്ടും മാന്തി പിടിച്ച് മുകളിലെത്തിയപ്പോൾ പൂച്ചക്കുഞ്ഞിന് പേടി തോന്നി. എന്തൊരു ഉയരം! താഴെ പട്ടിക്കുട്ടി അത്ഭുതത്തോടെ മുകളിലേക്ക് നോക്കിയിരിക്കുന്നു. ഇതെങ്ങനെ പൂച്ചക്കുഞ്ഞ് ഇത്ര വേഗം മുകളിലെത്തി? അലമാരയുടെ മുകളിൽ നിറയെ എന്തൊക്കെയോ സാധനങ്ങൾ കുറെ വലിയ കുപ്പികളിൽ ഇട്ടുവെച്ചിരിക്കുന്നു. പഴയ ഒരു പമ്പരം, ഒരു പേന, അങ്ങനെ കുറെ. എല്ലാം കണ്ടൊന്ന് ചുറ്റി വന്നപ്പോ അതായിരിക്കുന്നു നേരത്തെ കണ്ട പല്ലിക്കുഞ്ഞ്. പൂച്ചക്കുഞ്ഞ് അതിനെ നോക്കി ചിരിച്ചു. അപ്പോൾ പല്ലിക്കുഞ്ഞും ചിരിച്ചു. പെട്ടെന്നാണ് കുപ്പിയുടെ പുറകിൽ നിന്നും വലിയൊരു പല്ലി പുറത്തേക്ക് വന്നത്. ഞെട്ടിപ്പോയ പൂച്ചക്കുഞ്ഞ് പുറകിലേക്ക് മറിഞ്ഞു. പിടികിട്ടാതെ പൂച്ചക്കുഞ്ഞ് അലമാരയുടെ മുകളിൽ നിന്നും നിലത്തേക്ക് വീണു. കൃത്യം 4 കാലിൽ തന്നെയാണ് പൂച്ചക്കുഞ്ഞ് നിലത്ത് വന്ന് വീണത്. അപ്പോഴേക്കും മയങ്ങാൻ തുടങ്ങിയ പട്ടിക്കുട്ടി തൊട്ടു മുന്നിൽ വീണ പൂച്ചക്കുഞ്ഞിനെ കണ്ട് ഞെട്ടി. ഒന്നും സംഭവിക്കാത്തതുപോലെ പൂച്ചക്കുഞ്ഞ് നടന്നു പോയപ്പോ പട്ടിക്കുട്ടൻ പറഞ്ഞു, ഇപ്പോൾ എന്തായി? നിനക്ക് വേദന എടുത്തില്ലല്ലോ. ഞാനാണ് ഇങ്ങനെ വീണതെങ്കിൽ എന്റെ കാലൊടിഞ്ഞേനെ. അപ്പോ പൂച്ചക്കുഞ്ഞിന് താനൊരു പൂച്ചക്കുഞ്ഞായതിൽ അഭിമാനം തോന്നി. അത് പതുക്കെ നടന്ന് തന്റെ മെത്തയിൽ കയറി കിടന്നു. പിന്നെ അലമാരയുടെ മുകളിൽ നിന്നും ദേഹത്ത് പറ്റിയ അഴുക്ക് മാറ്റാൻ നക്കി കുളിച്ചു.